എവ്രിവൺ. +2 മലയാളം പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഗബ്രിയേൽ ഗാർസിയ മാർക്വസിൻ്റെ പ്രകാശം ജലം പോലെയാണ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആരാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്വസ്? ഇതിഹാസ സമാനമായ സാഹിത്യ ജീവിതത്തിലൂടെ ലോകത്തെ സ്വാധീനിച്ച ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരൻ. ഗാബോ എന്ന വിളിപ്പേരിലൂടെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മാജിക്കൽ റിയലിസം എന്ന രചനാ സങ്കേതത്തിലൂടെ ലാറ്റിൻ അമേരിക്കയുടെ ചരിത്രത്തെയും വർത്തമാനത്തെയും തൻ്റെ കൃതികളിൽ അദ്ദേഹം അടയാളപ്പെടുത്തി. മനുഷ്യരാശിയുടെ ഓർമ്മകൾ എന്ന് അദ്ദേഹത്തിൻ്റെ കൃതികളെ വിശേഷിപ്പിക്കാറുണ്ട്. അപരിചിത തീർത്ഥാടകർ എന്ന കഥാസമാഹാരത്തിൽ നിന്നെടുത്ത ഈ കഥ മാന്ത്രികതയും യാഥാർത്ഥ്യവും ഇടകലർന്നതാണ്. ടോട്ടോ, ജോവൽ, അവരുടെ മാതാപിതാക്കൾ എന്നിവരാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. വായനക്കാർക്ക് വായിക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുന്നതാണ് മാജിക്കൽ റിയലിസത്തിൻ്റെ സൗന്ദര്യം. എന്താണ് മാജിക്കൽ റിയലിസം? യഥാർത്ഥ പ്രതീതി ഉളവാക്കുന്ന സാങ്കേതിക രചനാതന്ത്രമാണ് മാജിക്കൽ റിയലിസം. പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം. 2 കുട്ടികളും കൂടി ക്രിസ്മസ് ആയപ്പോൾ തുഴവെള്ളം വേണമെന്ന ആവശ്യം വീണ്ടും ഉന്നയിച്ചു. ശരി, പപ്പ പറഞ്ഞു. കാഡ്ജിനയിൽ മടങ്ങിച്ചെല്ലുമ്പോൾ നമുക്കത് വാങ്ങാം. കാഡ്ജിനെ അവർ താമസിച്ചിരുന്ന ഒരു തുറമുഖ നഗരമാണ്. കടലും കപ്പലും വള്ളങ്ങളും ധാരാളമുള്ള സ്ഥലം. നദിയോ കടലോ കപ്പലോ ഇല്ലാത്ത യൂറോപ്യൻ നഗരത്തെ ഒരു ഫ്ലാറ്റിൽ 5-ാം നിലയിലാണ് ടോട്ടോയും ജോവലും മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നത്. മുൻപ് ഇവർ താമസിച്ചിരുന്നത് തുറമുഖ നഗരമായ കാഡ്ജിനയിലാണ്. കാഡ്ജിനയോടുള്ള അടുപ്പം തീവ്രമായ അഭിനിവേശമായി കുട്ടികളിൽ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്ലാറ്റിലെത്തിയ പാടെ അവർ മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടതൊരു തുഴവെള്ളമാണ്. 9 വയസ്സായ ടോട്ടോയും 7 വയസ്സുകാരനായ ജോവലും അച്ഛനമ്മമാർ കരുതിയതിനേക്കാളും നിശ്ചയദാർഢ്യമുള്ളവരായിരുന്നു. ഈ കഥയിലെ പ്രധാന കഥാപാത്രത്തിൽ 2 പേരാണ് ടോട്ടോയും ജോവലും. ഈ ടോട്ടോയും ജോവലും അവരുടെ മാതാപിതാക്കൾ കരുതിയതിനേക്കാട്ടിലും നിശ്ചയദാർഢ്യം ഉള്ളവരായിരുന്നു. പറ്റില്ല, അവർ ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. ഞങ്ങൾക്കത് ഇപ്പോൾ തന്നെ വേണം. കുട്ടികൾക്ക് വാശിയാണ് തുഴവെള്ളം ഇപ്പോൾ തന്നെ വേണമെന്നത്. പക്ഷേ അവരുടെ അമ്മ പറഞ്ഞു, വള്ളം തുഴയാൻ ഇവിടെ ആകെയുള്ള വെള്ളം ഷവറിൽ നിന്ന് വരുന്നതല്ലേ ഉള്ളൂ. ഇവിടെ നഗരങ്ങളിൽ ഉണ്ടാകുന്ന 4 ചുവരുകൾക്കുള്ളിലെ അസൗകര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവരും ഭർത്താവും പറഞ്ഞത് ശരിയാണ്. കാഡ്ജിന ഇന്ത്യാസിലെ അവരുടെ വീടിന് ഒരു മുറ്റവും ഉൾക്കടലിനോട് ചേർന്ന് ബോട്ടുകൾ അടുപ്പിക്കാനുള്ള സ്ഥലവും ഉണ്ടായിരുന്നു. കൂടാതെ 2 വലിയ വള്ളങ്ങൾ വയ്ക്കാനുള്ള ഒരു ഷെഡും. ഇപ്പോൾ അവർ താമസിക്കുന്ന മാഡ്രിഡ് എന്ന യൂറോപ്യൻ പരിഷ്കൃത നഗരത്തിൽ ഇതൊന്നുമില്ല. ഒരു വലിയ ഫ്ലാറ്റ് സമുച്ചയത്തിലെ 5-ാം നിലയിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് അവർ തിങ്ങിക്കൂടി കഴിഞ്ഞിരുന്നത്. അപ്പോൾ ടോട്ടോയും ജോവലും അവരുടെ മാതാപിതാക്കളും ആദ്യം താമസിച്ചിരുന്നത് ഒരു തുറമുഖ നഗരമായ കാഡ്ജിനയിലായിരുന്നു. ആ ഒരു കാഡ്ജിന എന്ന നഗരത്തിൽ അവർക്ക് വളരെയധികം വിസ്തൃതിയുള്ള സ്ഥലമുണ്ടായിരുന്നു. അവിടെ അവർക്ക് കളിക്കുവാനും വള്ളം തുഴയാനും ഒക്കെ സ്ഥലമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ താമസിക്കുന്ന മാഡ്രിഡിൽ സ്ഥല സൗകര്യം വളരെയധികം കുറവാണ്. അവിടെ ഒരു ഫ്ലാറ്റിലാണ് അവർ താമസിക്കുന്നത്. ഫ്ലാറ്റിൻ്റെ 5-ാം നിലയിൽ അവർ വീർപ്പ് മുട്ടുകയാണ്. എങ്കിലും 2 പേർക്കും ഒടുവിൽ കുട്ടികളുടെ ആവശ്യം നിരസിക്കാനാവാതെ വന്നു. കാരണം എലിമെൻ്ററി സ്കൂളിൽ മികവ് പുലർത്തി സമ്മാനം വാങ്ങിയാൽ സെക്സ്റ്റൻറ്റും കോമ്പസും ഉള്ള ഒരു തുഴവെള്ളം വാങ്ങിക്കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ കുട്ടികൾക്ക് തുഴവെള്ളം വേണമെന്ന വാശി മാതാപിതാക്കൾക്ക് സാധിച്ചു കൊടുക്കേണ്ടി വരികയാണ്. കാരണം എലിമെൻ്ററി സ്കൂളിൽ മികവ് പുലർത്തിയാൽ അവർക്ക് സെക്സ്റ്റൻറ്റും കോമ്പസും ഉള്ള ഒരു ബോട്ട് ഒരു തുഴവെള്ളം വാങ്ങിച്ചു കൊടുക്കാമെന്ന് മാതാപിതാക്കൾ വാക്ക് നൽകിയിരുന്നു. എന്തിനാണ് സെക്സ്റ്റൻറ്റും കോമ്പസും ഉപയോഗിക്കുന്നത് നോക്കാം. സമുദ്രയാത്രയ്ക്ക് സഹായിക്കുന്ന ഉപകരണങ്ങളാണിവ. വസ്തുക്കൾ തമ്മിലുള്ള അകലം കൃത്യമായി നിർണ്ണയിക്കാനുള്ള ഉപകരണമാണ് സെക്സ്റ്റൻറ്റ്. കോമ്പസ് ദിശ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. കുട്ടികൾ സ്കൂളിൽ നിന്ന് ആ സമ്മാനം വാങ്ങിയതുകൊണ്ട് പപ്പ അവർക്ക് തുഴവെള്ളം വാങ്ങിക്കൊടുക്കുക തന്നെ ചെയ്തു. ഭാര്യയോട് അയാളൊന്നും പറഞ്ഞില്ല. ചൂതാട്ടം മൂലം വന്നു ചേർന്ന കടം കൊടുത്തു തീർക്കാൻ അയാളേക്കാൾ വിഷമം അവർക്കായിരുന്നു. അപ്പോൾ ഈ കുട്ടികളുടെ അച്ഛന് ചൂതാട്ടം, അതായത് ചൂത് കളിക്കുന്ന ഒരു മോശമായ സ്വഭാവം ഉണ്ടായിരുന്നു. ഈ ചൂതുകളി മൂലമുണ്ടായ കടബാധ്യത കാരണമാണ് അവർക്കിപ്പോൾ ഈ യൂറോപ്യൻ പരിഷ്കൃത നഗരമായ മാഡ്രിഡിൽ വന്ന് നിൽക്കേണ്ടി വന്നത്.
കുട്ടികൾ നല്ല മാർക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നെ പപ്പ അവർക്ക് കോമ്പസും സെക്സ്റ്റൻറ്റുമുള്ള ബോട്ട് വാങ്ങിച്ചു കൊടുക്കുകയാണ്. പക്ഷേ അയാൾ ആ ഭാര്യയോട് പറയുന്നില്ല. കാരണം ഈ കടബാധ്യത കൊടുത്തു തീർക്കുന്നതിനെക്കുറിച്ചുള്ള വിഷമം ഏറ്റവും കൂടുതൽ ആ വീട്ടിലുണ്ടായിരുന്നത് ആ അമ്മയ്ക്കായിരുന്നു. ഭംഗിയുള്ള ഒരു അലുമിനിയം വള്ളമാണ് അയാൾ വാങ്ങിയത്. വെള്ളത്തെ സ്പർശിക്കുന്നിടത്ത് സ്വർണ്ണ വലയുള്ളത്. അപ്പം പപ്പ നല്ല മനോഹരമായ ഒരു തുഴവെള്ളം തന്നെയാണ് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്തത്. വെള്ളം സ്പർശിക്കുന്നിടത്ത് സ്വർണ്ണ വരകളുള്ളതായിരുന്നു ആ ബോട്ട്. കാർ ഇരുന്നിടത്താണ് വള്ളം വെച്ചിട്ടുള്ളത്. ഊണ് സമയത്ത് പപ്പ പറഞ്ഞു, അത് എലിവേറ്റർ വഴിയോ ഏണിപ്പടികൾ വഴിയോ മുകളിലേക്ക് കൊണ്ടുവരാനാവില്ല. കാർ ഇടുന്നിടത്ത് ഇപ്പോൾ ഒട്ടും സ്ഥലവുമില്ല. അപ്പോൾ കാർ ഇടുന്നിടത്താണ് വള്ളം വെച്ചേക്കുന്നത്. അത് റൂമിലേക്ക് അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ യാതൊരു മാർഗവുമില്ല. കാരണം അതൊരു പരിഷ്കൃതമായ നഗരമാണ്. അവിടെ സ്ഥല സൗകര്യങ്ങൾ വളരെയധികം കുറവാണ്. ഇടുങ്ങിയ സ്ഥലങ്ങളായിരിക്കും പൊതുവെ ഫ്ലാറ്റുകളൊക്കെ. എന്നാൽ അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് കുട്ടികൾ തങ്ങളുടെ സഹപാഠികളെ ക്ഷണിച്ച് കൊണ്ടുവന്ന് അവരുടെ സഹായത്തോടെ വള്ളത്തെ ഏണിപ്പടികൾ വഴി അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിച്ചു. അത് ജോലിക്കാരിക്കായുള്ള മുറിയിലേക്ക് എടുത്തു വയ്ക്കാനും അവർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് കുട്ടികൾ നിശ്ചയദാർഢ്യമുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കുട്ടികൾ അവരുടെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്ന് സ്റ്റെപ്പ് വഴി ആ ഒരു വള്ളത്തെ എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ടത് ജോലിക്കാരുടെക്കുള്ള മുറിയിലേക്ക് വെക്കുന്നു. കൊള്ളാം, അഭിനന്ദനങ്ങൾ, പപ്പ പറഞ്ഞു. ഇനിയും എന്താണ്? ഇനിയും ഒന്നുമില്ല. കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് വള്ളം മുറിയിൽ കൊണ്ടുവരണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് സാധിച്ചു. കുട്ടികൾക്ക് വള്ളം മുറിയിൽ കൊണ്ടുവന്ന് വെക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരത് സാധിക്കുകയും ചെയ്തു. ബുധനാഴ്ച രാത്രി എല്ലാ ബുധനാഴ്ചകളിലും ചെയ്യുന്നത് പോലെ അച്ഛനമ്മമാർ സിനിമ കാണാൻ പോയി. വീടിൻ്റെ സർവാധികാരികളായി മാറിയ കുട്ടികൾ എല്ലാ കതകുകളും ജനലുകളും അടച്ചിട്ട് സ്വീകരണ മുറിയിലെ വിളക്കുകളിൽ ഏറ്റവും പ്രകാശമുള്ള ഒരെണ്ണം പൊട്ടിച്ചു. അപ്പോൾ ബുധനാഴ്ച രാത്രിയായപ്പോൾ അച്ഛനും അമ്മയും കൂടെ സിനിമ കാണാൻ പോയി. അപ്പോൾ കുട്ടികൾ മാത്രമേ വീട്ടിലുള്ളൂ. കുട്ടികൾ ജനലും കതകുകളും എല്ലാം അടച്ചിടുകയാണ്. ഈ ഒരു ഭാഗം മുതൽ മാജിക്കൽ റിയലിസത്തിൻ്റെ പ്രതീതി ഉളവാക്കുന്ന തരത്തിലാണ് കഥാകൃത്ത് എഴുതിയിരിക്കുന്നത്. ഏറ്റവും പ്രകാശമുള്ള ഒരു ബൾബ് ഇവിടെ പൊട്ടിക്കുകയാണ്. പൊട്ടിയ ബൾബിൽ നിന്ന് തണുത്ത വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് പോലെ സ്വർണ്ണപ്രകാശം കുതിച്ചു ചാടി പുറത്തേക്കൊഴുകാൻ തുടങ്ങി. അപ്പം വെള്ളം പോലെയാണ് പ്രകാശം ജലം പോലെയാണ്. അതുകൊണ്ട് തന്നെ ബൾബ് പൊട്ടിയപ്പോൾ ബൾബിൽ നിന്ന് പ്രകാശം കുത്തൊഴുക്കായി, വെള്ളം പോലെ തന്നെ കുത്തൊഴുക്കായി ഒഴുകുകയാണ്. ഇവിടെ പ്രകാശത്തിനെ വെള്ളത്തിനോട് സമാനപ്പെടുത്തിയിരിക്കുകയാണ്. കുത്തൊഴുക്കായിട്ട് ഒഴുകാൻ തുടങ്ങി. നിലത്തുനിന്ന് 3 അടിയോളം ഉയരത്തിൽ പ്രകാശം തളം കെട്ടുന്നത് വരെ അവർ നോക്കി നിന്നു. പിന്നെ അവർ കറണ്ട് വിച്ഛേദിച്ചിട്ട് തുഴവെള്ളം വെളിയിലെടുത്ത് വീടിനുള്ളിലെ എല്ലാ ദ്വീപുകളിലും ഇഷ്ടം പോലെ സഞ്ചരിച്ചു. പിന്നെ അവർ ആ തുഴവെള്ളം എടുത്ത് വീടിലെ എല്ലാ മുറികളിലേക്കും അവരുടെ ഇഷ്ടം പോലെ സഞ്ചരിച്ചു. കുട്ടികളുടെ ഭാവനയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മാജിക്കൽ റിയലിസത്തിൻ്റെ ഒരു വലിയ സാങ്കേതികത തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. അതിശയകരമായ ഈ സാഹസത്തിന് കാരണം എൻ്റെ ബാലിശമായ ഒരു പ്രസ്താവനയാണ്. വീട്ടുപകരണങ്ങളിലെ കവിത എന്നൊരു ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ വീട്ടുകാർ തമ്മിൽ വീട്ടുപകരണങ്ങളിലെ കവിത എന്ന ഒരു ചർച്ച നടക്കുകയായിരുന്നു. അപ്പോൾ ടോട്ടോ എന്നോട് സ്വിച്ചിൽ ഒന്ന് തൊടുമ്പോൾ എന്തുകൊണ്ടാണ് പ്രകാശം വരുന്നതെന്ന് ചോദിച്ചു. അപ്പം അച്ഛനോട് ടോട്ടോ ചോദിച്ചു, സ്വിച്ചിൽ തൊടുമ്പോൾ എന്തുകൊണ്ടാണ് പ്രകാശം വരുന്നതെന്ന്. അതിനെക്കുറിച്ച് 2 തവണ ചിന്തിക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല. പ്രകാശം ജലം പോലെയാണ്, ഞാൻ പറഞ്ഞു. ടാപ്പ് തുറന്നാൽ മതി, കുതിച്ചൊഴുകും. അങ്ങനെ എല്ലാ ബുധനാഴ്ച രാത്രികളിലും അവർ പ്രകാശം തുറന്നുവിട്ട് വള്ളം തുഴയുന്നത് തുടർന്നു. സെക്സ്റ്റൻറ്റും കോമ്പസും ഉപയോഗിക്കാൻ പഠിച്ചു. സിനിമ കഴിഞ്ഞ് അച്ഛനമ്മമാർ വരുവോളം അവരത് ചെയ്തു. മടങ്ങിയെത്തുന്ന അച്ഛനമ്മമാർ കാണുന്നത് ഉണങ്ങിയ തറയിൽ മാലാഖമാരെ പോലെ ഉറങ്ങിക്കിടക്കുന്ന മക്കളെയാണ്. അപ്പം ഒരു ടോട്ടോയുടെ അച്ഛനോട് ചോദിച്ചു, എങ്ങനെയാണ് ഈ സ്വിച്ച് ഇടുമ്പോൾ ബൾബ് കത്തുന്നതെന്ന്. അത് വെള്ളം പോലെയാണ്, ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വരുന്നത് പോലെയാണ് സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്നതെന്ന് ടോട്ടോയുടെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ടോട്ടോ മനസ്സിലാക്കുന്നത് പ്രകാശം ജലം പോലെ തന്നെയാണെന്നും ടോട്ടോ മനസ്സിലാക്കുന്നു. അപ്പം എല്ലാ ബുധനാഴ്ചകളിലും ഇവർ ഈ ഏറ്റവും പ്രകാശമുള്ള ബൾബ് പൊട്ടിച്ച് അത് വെള്ളം മുറിയിൽ നിറയുന്നത് നോക്കി നിന്ന് അവർ ആ വെള്ളത്തിൽ ബോട്ട് തുഴയുന്നത് തുടർന്നു. അവർ സെക്സ്റ്റൻറ്റും കോമ്പസും ഉപയോഗിക്കാൻ പഠിച്ചു. ഭാഗം മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സാഹസത്തെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനായി കുട്ടികൾ മുങ്ങൽ പരീക്ഷണത്തിനുള്ള സാമഗ്രികൾ വാങ്ങിത്തരാൻ ആവശ്യപ്പെട്ടു. മുഖം മൂടികൾ, കുഞ്ഞിച്ചിറകുകൾ, വായു നിറച്ച തോക്കുകൾ,
അപ്പോൾ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കുട്ടികൾ മാതാപിതാക്കളോട് മുങ്ങൽ സാമഗ്രികൾ ആവശ്യപ്പെടുകയാണ്. എന്തൊക്കെ? മുഖംമൂടികൾ, കുഞ്ഞു ചിറകുകൾ, വായു നിറച്ച തോക്കുകളൊക്കെ വാങ്ങിത്തരാൻ ആവശ്യപ്പെടുകയാണ്. ഇതുവരെ ഉപയോഗിക്കാൻ പോലും കഴിയാത്തൊരു തുഴവെള്ളം ജോലിക്കാർക്കായുള്ള മുറിയിൽ സ്ഥാപിച്ചതുപോലെ പപ്പ ചോദിച്ചു. ഇനിയും ആഴങ്ങളിൽ മുങ്ങാനുള്ള ഉപകരണങ്ങൾ കൂടിയേ വേണ്ടു. ശരിയാണ്, പപ്പ ചോദിക്കുകയാണ്, ഇവിടെ തുഴയാനായിട്ട് വെള്ളമില്ല, എന്നിട്ടും വള്ളം ഞാൻ വാങ്ങിച്ചു തന്നിട്ട് അത് മുറിയിൽ ഉപയോഗശൂന്യമായിരിക്കുകയാണ്. ഇനിയും മുങ്ങൽ സാമഗ്രികൾ കൂടെ വേണമെന്ന് ചോദിക്കുകയാണ്. 1-ാം സെമസ്റ്ററിൽ ഞങ്ങൾ ഏറ്റവും നല്ല വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനം വാങ്ങിയാലോ എന്ന് ജോവൽ ചോദിച്ചു. അപ്പം കുട്ടികൾ നിശ്ചയദാർഢ്യമുള്ളവരാണെന്ന് മാതാപിതാക്കൾക്കറിയാം. അപ്പോൾ കുട്ടികൾ ചോദിക്കുകയാണ്, 1-ാം സെമസ്റ്ററിൽ ഞങ്ങൾ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ്. അയ്യോ വേണ്ട, അമ്മ ഭയത്തോടെ പറഞ്ഞു. വാങ്ങിച്ച സമ്മാനമൊക്കെ മതി. ഇങ്ങനെ പറയാൻ കാരണം കുട്ടികൾ നിശ്ചയദാർഢ്യമുള്ളവരായതുകൊണ്ട് തന്നെ അവർ അത് നേടിയെടുക്കുമെന്ന് അവർ മനസ്സിലാക്കി. ചെയ്യേണ്ടത് ചെയ്തിട്ട് ഈ പിള്ളേർ ഒരാളി പോലും സമ്മാനമായി വാങ്ങിക്കില്ല, അമ്മ പറഞ്ഞു. എന്നാൽ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു വാശി തോന്നിയാൽ അവർ എന്തും ചെയ്യും. വേണമെങ്കിൽ ടീച്ചറുടെ കസേര പോലും അവർ നേടിയെടുക്കും. ഇവിടെ കുട്ടികളുടെ നിശ്ചയദാർഢ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മുങ്ങൽ സാമഗ്രികൾ വാങ്ങിക്കൊടുക്കാമെന്നോ ഇല്ലെന്നോ അച്ഛനമ്മമാർ പറഞ്ഞിട്ടില്ല. പക്ഷേ ജൂലൈ മാസത്തിൽ ടോട്ടോയും ജോവലും ഏറ്റവും നല്ല വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ഹെഡ്മാസ്റ്ററിൽ നിന്ന് തുറന്ന അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. മുങ്ങൽ സാമഗ്രികൾ വാങ്ങിക്കൊടുക്കാമെന്ന് മാതാപിതാക്കൾ ഒരിക്കലും വാക്ക് നൽകിയില്ല. പക്ഷേ ജൂലൈയിലെ മാസത്തിൽ ടോട്ടോയും ജോവലും മികച്ച വിദ്യാർത്ഥികൾക്കുള്ള അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നു. അന്ന് ഉച്ചയ്ക്ക് ഒന്നും ചോദിക്കാതെ തന്നെ അവർ കണ്ടു, തങ്ങളുടെ കിടക്കമുറിയിൽ മുങ്ങൽ സാമഗ്രികളുടെ പെട്ടികൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മാതാപിതാക്കൾ കുട്ടികളുടെ മനസ്സിലാക്കുന്നവരാണെന്ന് നമുക്കിവിടെ മനസ്സിലാകുന്നു. അങ്ങനെ അടുത്ത ബുധനാഴ്ച അച്ഛനമ്മമാർ സിനിമ കാണാൻ പോയപ്പോൾ അവർ അപ്പാർട്ട്മെൻറ്റ് നിറയെ 12 അടി പൊക്കത്തിൽ പ്രകാശം നിറച്ചു. അവരുടെ ഇരിപ്പിടങ്ങൾക്കും കട്ടിലിനുമൊക്കെ അടിയിൽ ഇണക്കമുള്ള സ്രാവുകളെ പോലെ മുങ്ങിത്തപ്പി. അപ്പോൾ ഈ ഒരു ഭാഗം മുതൽ ഇനി മാജിക്കൽ റിയലിസത്തിൻ്റെ പ്രതീതി ഉളവാക്കുന്ന വരികളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ബുധനാഴ്ചയും അച്ഛനമ്മമാർ സിനിമ കാണാൻ പോയ സമയത്ത് കുട്ടികൾ ഒരു ബൾബ് പൊട്ടിച്ച് 12 അടിയോളം വെള്ളമാകുന്ന പ്രകാശം അവർ അവിടെ മുറിയിൽ നിറയ്ക്കുന്നു. കളഞ്ഞുപോയ വർഷങ്ങളായി ഇരുട്ടിലായിരുന്ന പലതിനെയും അവർ പ്രകാശത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് കണ്ടെടുത്തു. വർഷാവസാനത്തിൽ 2 സഹോദരന്മാരും മാതൃകാ വിദ്യാർത്ഥികളായി വാഴ്ത്തപ്പെട്ടു. പ്രവർത്തന മികവിനുള്ള സർട്ടിഫിക്കറ്റുകൾ നേടുകയും ചെയ്തു. ഇത്തവണ അവർക്കൊന്നും ചോദിക്കേണ്ടി വന്നില്ല. കാരണം എന്താണ് വേണ്ടതെന്ന് അച്ഛനമ്മമാർ ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ കുട്ടികൾ ഈ പ്രാവശ്യം അങ്ങോട്ട് ആവശ്യമൊന്നും ഉന്നയിച്ചില്ല. അതിന് മുൻപേ തന്നെ അച്ഛനമ്മമാർ കുട്ടികളോട് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. എന്നാൽ ഇപ്രാവശ്യം കുട്ടികൾ വളരെ ന്യായമായ ഒരു കാര്യം ആവശ്യപ്പെട്ടുള്ളൂ. തങ്ങളുടെ സഹപാഠികൾക്ക് വീട്ടിൽ വെച്ച് ഒരു പാർട്ടി കൊടുക്കണം. പക്ഷേ ഈ പ്രാവശ്യം ജോവലും ടോട്ടോയും ഉന്നയിച്ച ഒരു ആവശ്യം വളരെ ന്യായമായതായിരുന്നു. അവരുടെ കൂട്ടുകാർക്ക് വീട്ടിലൊരു പാർട്ടി കൊടുക്കണമെന്നതായിരുന്നു. ഹാരിയും ഒന്ന് ചിരിക്കുമ്പോൾ പപ്പ സന്തോഷവാനായിരുന്നു. അവർക്ക് പാകത വരുന്നതിൻ്റെ തെളിവാണിത്. അയാൾ പറഞ്ഞു, നിങ്ങളുടെ വാക്കുകൾ സത്യമായിരിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അമ്മ പറഞ്ഞു. അപ്പോൾ ഇത്രയും നാളും ഉപയോഗശൂന്യമായ വസ്തുക്കൾ വാങ്ങിച്ച് അതായത് വെള്ളമില്ലാഞ്ഞിട്ടും തുഴവെള്ളം വാങ്ങാൻ വാശി പിടിക്കുന്നു, മുങ്ങൽ സാമഗ്രികൾ വാങ്ങിക്കാൻ വാശി പിടിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ മാതാപിതാക്കളൊന്ന് ഭയപ്പെട്ടിരുന്നു. എങ്കിലും ഇപ്പോൾ ആ കുട്ടികൾ ന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അവർ സന്തോഷവാന്മാരാകുകയാണ്. അടുത്ത ബുധനാഴ്ച അച്ഛനമ്മമാർ പതിവ് പോലെ സിനിമ കാണാൻ പോയപ്പോൾ ഫ്ലാറ്റ് സമുച്ചയത്തിന് വെളിയിലൂടെ നടന്നു പോകുന്ന ആൾക്കാർ ഒരു അത്ഭുത കാഴ്ച കണ്ടു. മരങ്ങൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു വീട്ടിൽ നിന്ന് പ്രകാശത്തിൻ്റെ ഒരു വെള്ളച്ചാട്ടം. അപ്പോൾ അടുത്ത ബുധനാഴ്ചയും അച്ഛനമ്മമാർ സിനിമ കാണാൻ പോവുകയാണ്. അപ്പോൾ ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ വെളിയിലൂടെ പോകുന്ന ആൾക്കാർ അത്ഭുതമായിട്ടുള്ളൊരു കാഴ്ച കാണുകയാണ്. മരങ്ങൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്ന ആ വീട്ടിൽ നിന്ന് പ്രകാശത്തിൻ്റെ ഒരു വെള്ളച്ചാട്ടം അവർ കാണുന്നു. അത് മട്ടുപ്പാവുകൾ നിറഞ്ഞു കവിഞ്ഞ് കെട്ടിടത്തിൻ്റെ മുൻവശത്തൂടെ പെരുമഴ പോലെ പെയ്തിറങ്ങി. ഒരു സുവർണ പ്രളയമായി തെരുവിലൂടെ ഒഴുകുന്ന അകലെ പട്ടണം വരെയുള്ള വഴി പ്രകാശത്തിൽ മുങ്ങിക്കുളിച്ചിരുന്നു. അപ്പോൾ ഈ പ്രകാശം ജലത്തിനോട് സാമാന്യപ്പെടുത്തുകയാണ് വെള്ളത്തിന്. അപ്പോൾ പ്രകാശം ഇങ്ങനെ കുത്തിയൊലിച്ചു പോവുകയാണ്.
അത്യാഹിത സന്ദേശത്തിന് പിറകെ വന്ന തീകെടുത്തലുകാർ 5-ാം നിലയിലെ വാതിൽ തകർത്ത് അപ്പാർട്ട്മെൻറ്റിലെ മുകൾ തട്ടുവരെ പ്രകാശം നിറഞ്ഞു കവിയുന്നത് കണ്ടു. ഇനിയും അപ്പം അത്യാഹിത സന്ദേശം കൊടുത്തിരിക്കുകയാണ്. തീകെടുത്തലുകാർ വന്നെത്തിയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമുക്കൊരു ദൃശ്യാവിഷ്കാരം തന്നെയാണ് കാണാൻ കഴിയുന്നത്. സോഫയും പുലിത്തോളിൽ പൊതിഞ്ഞ ചാരുകസേരകളും സ്വീകരണ മുറിയിലെ പല പൊക്കത്തിൽ ഒഴുകി നടന്നു. ഒന്നാന്തരം ഒരു പിയാനോയും കൂട്ടത്തിൽ ഒഴുകുന്നുണ്ടായിരുന്നു. പിയാനോയുടെ പുതപ്പ് പരന്ന ശരീരവും വിവിധ ചിറകുകളുമുള്ള സ്വർണ്ണ മത്സ്യത്തെപ്പോലെ പകുതി മുങ്ങി തത്തിപ്പറക്കുന്നുണ്ടായിരുന്നു. വീട്ടുപകരണങ്ങൾ തങ്ങളുടെ കവിയുതയുടെ നിറവിൽ അടുക്കളയുടെ ആകാശത്ത് സ്വന്തം ചിറകുകൾ വിടർത്തിപ്പറന്നു. നൃത്തത്തിന് വേണ്ടി കുട്ടികൾ ഉപയോഗിച്ചിരുന്ന സംഗീതോപകരണങ്ങൾ അവരുടെ അമ്മയുടെ അക്വേറിയത്തിൽ നിന്ന് സ്വതന്ത്രമായ വർണ്ണ മത്സ്യങ്ങളോടൊപ്പം ഒഴുകി നടന്നു. അപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനെക്കുറിച്ച്, അപ്പോൾ ഇത്രയും നാളും അസ്വാതന്ത്ര്യമായിരുന്ന ആ മത്സ്യങ്ങൾ, ചെറു മത്സ്യങ്ങളെ അക്വേറിയത്തിലിട്ട് അവരെ അസ്വാതന്ത്ര്യരാക്കിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവർ സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ്. ഉഗ്രപ്രകാശത്തിൻ്റെ ആ ചതുപ്പു നിലത്തിൽ ജീവനോടെ സന്തോഷത്തോടെ അവശേഷിച്ച ഏക ജീവികൾ ആ മത്സ്യങ്ങൾ മാത്രമായിരുന്നു. ബാത്റൂമിൽ എല്ലാവരുടെയും ടൂത്ത് ബ്രഷുകൾ മാമയുടെ കൃത്രിമ പല്ല് സെറ്റിനൊപ്പം ഒഴുകി നടന്നു. പ്രധാന ഉറക്കറയിലെ ടെലിവിഷൻ സെറ്റ് വശം ചെരിഞ്ഞൊരുങ്ങുമ്പോൾ ഒരു പാതിരാപ്പാട്ടിൻ്റെ അവസാന ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നു. ഫ്ലാറ്റിൻ്റെ അങ്ങേയറ്റത്തായി പ്രകാശത്തിരയിൽ ഒഴുകിക്കൊണ്ട് തുഴ പിടിച്ചുകൊണ്ട് കഷ്ടിച്ചു തീരമണയാൻ വേണ്ടത്ര വായു മാത്രമുള്ള മുഖംമൂടി ധരിച്ച് വള്ളത്തിൻ്റെ പിൻഭാഗത്ത് ടോട്ടോ ഇരുന്നു. അവർ വിളക്കുമാടം എവിടെയെന്ന് അന്വേഷിക്കുകയായിരുന്നു. വെള്ളത്തിൻ്റെ അമരത്തിൽ ഒഴുകി നിന്ന ജോവൽ സെക്സ്റ്റന്റിലൂടെ പടിഞ്ഞാറൻ നക്ഷത്രത്തെ തിരയുകയും വീട്ടിൽ മുഴുവനുമായി അവരുടെ 37 സഹപാഠികളും ഒഴുകി നടന്നു. അപ്പം വീട്ടിൽ ആ കുട്ടികൾ അവരെ പാർട്ടിക്ക് വിളിച്ചിരുന്നു. ആ കുട്ടികളാണ് വെള്ളത്തിൽ ഒഴുകി നടക്കുന്നത്. ജെറാനിയം ചെടിച്ചട്ടിയിൽ മൂത്രമൊഴിച്ച സ്കൂളിലെ പാട്ടിൻ്റെ വരികൾ മാറ്റിപ്പാടി ഹെഡ് മാസ്റ്ററെ കളിയാക്കിയ കുട്ടികൾ ഒരേ സമയത്ത് ഒരുപാട് ലൈറ്റുകൾ പ്രകാശിപ്പിച്ചുകൊണ്ടാണ് അപ്പാർട്ട്മെൻറ്റിൽ പ്രകാശത്തിൻ്റെ വെള്ളപ്പൊക്കമുണ്ടായത്. സ്ഥലത്തെ എലിമെൻ്ററി സ്കൂളിലെ 2 ക്ലാസ്സുകളിലുമുള്ള കുട്ടികളും ആ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിത്തണുപോയിരുന്നു. സ്പെയിനിൽ പൊള്ളുന്ന വേനലും മഞ്ഞും കാറ്റുമുള്ള നദിയോ കടലോ ഇല്ലാത്ത പ്രകാശത്തിൽ തുഴഞ്ഞു നടക്കുന്ന ശാസ്ത്രം ഒരിക്കലും സ്വന്തമാക്കാത്ത ആളുകളുള്ള മാഡ്രിഡ് എന്ന പട്ടണത്തിലാണ് ഇത് നടന്നത്. അപ്പോൾ മാഡ്രിഡ് എന്ന നഗരത്തെ കാർജിനെ എന്ന നഗരത്തിലെ വെള്ളത്തിന് ഇല്ലാതാക്കാനുള്ളതേ ഉള്ളൂ എന്ന് നമുക്കിതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ജൈവപ്രകൃതിയെ തിരിച്ചുപിടിക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. രാഷ്ട്രീയ പരിഹാസ രൂപത്തിലാണ് ഈ കഥ അവസാനിക്കുന്നത്. നഷ്ടപ്പെട്ട കാർജിനയെ തിരിച്ചു പിടിക്കുന്നതും പരിഷ്കൃത നഗരങ്ങളിലെ പ്രതിസന്ധികൾ നിശ്ചയദാർഢ്യത്തോടെ അതിജീവിക്കുകയും ചെയ്യുന്ന ടോട്ടോയും ജോവലുമാണ് നമുക്ക് ഈ പാഠഭാഗത്ത് കഴിയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാഠഭാഗം. എല്ലാവരും വായിക്കും.